ഇരു കൈപ്പത്തികളും ചേർത്തുപിടിച്ച് അനന്തവിഹായസിനെ കൈകൂപ്പി നിൽക്കുന്ന മാതൃകയിലാണ് ഭാരതീയ വാസ്തുശില്പികൾ പൗരാണിക ക്ഷേത്രങ്ങൾക്ക് രൂപകൽപ്പന നൽകിയിരിക്കുന്നത്. ഈ പരബ്രഹ്മത്തെയാകെ കൈകൂപ്പി നിൽക്കുന്ന മധുര മീനാക്ഷിയുടെ മുൻപിൽ കൂപ്പുകൈകളോടെ ഞാനും നിന്നു. ഭാരതത്തിലെ ഏറ്റവും പഴക്കവും പ്രശസ്തിയുമുള്ള നഗരങ്ങളിലൊന്നാകുന്നു മധുര. വൈഗാ നദീ തീരത്തു സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിന് 2500 വർഷങ്ങളുടെയെങ്കിലും പഴക്കമുണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. തമിഴിൽ മീനാക്ഷിയമ്മൻ കോവിൽ എന്ന് വിളിക്കുന്ന ഈ ക്ഷേത്രം പണ്ടും ഇന്നും മധുര നഗരത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയമായി നിലനിൽക്കുന്നു. ശിവപത്നിയായ പാർവതിയാണ് ഇവിടെ മീനാക്ഷിയായി അറിയപ്പെടുന്നത്. 45 ഏക്കർ വരുന്ന ക്ഷേത്ര സമുച്ചയത്തിന് 14 ഗോപുരങ്ങളും 4 വശത്തേക്കുമായി 4 പ്രധാന കവാടങ്ങളുമാണുള്ളത്. ഒരു ചായ കുടിക്കണം. തൊട്ടടുത്ത് കണ്ട ഒരു ഇടത്തരം ഹോട്ടലിനെ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ഹോട്ടലിനു മുൻപിൽ പ്രൗഢഗംഭീരമായ ഒരു വിദേശ കാർ പാർക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ കാറിന്റെ രൂപഭംഗി ആസ്വദിച്ച് അല്പനേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു. 8 കൈവിരലുകളിലും സ്വർണമോതിരമണിഞ്ഞ കാർ ഉടമ തൊട്ടടുത്തായി അല്പം മാറി നിന്നുകൊണ്ട് ഏതോ പരിചയക്കാരനുമായി ഗൗരവമേറിയ എന്തോ വിഷയം സംസാരിക്കുകയാണ്. കോയമ്പത്തൂരിൽ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുള്ള ഒരു കോടീശ്വരനാണ് കാറുടമ. മീനാക്ഷി ക്ഷേത്രത്തിൽ ഏതാനും ദിവസത്തെ ഭജനക്കെന്നും പറഞ്ഞു വീട് വിട്ടു പോന്ന അയാളുടെ അച്ഛൻ വീട്ടിലേക്ക് തിരികെ ചെല്ലാൻ കൂട്ടാക്കുന്നില്ല. അതാണ് ഗൗരവമേറിയ സംസാര വിഷയം. ഞാൻ ഹോട്ടലിലേക്ക് കയറിയിരുന്ന് ഒരു ചായക്ക് ഓർഡർ കൊടുത്തു. തൊട്ടടുത്തായി കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട്. എന്നെ സാഗൂതം വീക്ഷിച്ച വൃദ്ധൻ എനിക്ക് സമീപം വന്നിരുന്നു. മൂഞ്ചിയെ എങ്കയോ പാത്തിരിക്കും. സ്വാമി വന്ദിക്കണം. എന്ന പേര്? വൃദ്ധന്റെ ചോദ്യം എന്നോടാണ്. സുന്ദർദാസ്. ഞാൻ മറുപടി കൊടുത്തു. സുന്ദർദാസ്? അന്ത പേരിൽ ഒരു പെരിയ ക്യാമറവനിരിക്കെ തെരിയുമാ? വൃദ്ധന്റെ ചോദ്യം വീണ്ടും. ഞാൻ ചിരിച്ചു. മുന്നിൽ വന്നെത്തിയ ചൂടുചായ മുത്തിക്കുടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, തെരിയും. അന്ത പെരിയ ചിന്ന ആൾ ഞാൻ താൻ. വിശ്വസിക്കാനാകാത്ത പോലെ അല്പനേരം വൃദ്ധൻ എന്നെ തന്നെ നോക്കിയിരുന്നു. കടവുളേ, സുന്ദർദാസ് നീങ്കളാ? ആമാ. ഞാൻ ചായ കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് എഴുന്നേറ്റു. ബില്ല് കൊടുത്ത് പുറത്തേക്കിറങ്ങി. നില്ലുങ്കോ സുന്ദർദാസ്, കൊഞ്ചം നില്ലുങ്കോ. തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ വൃദ്ധൻ. വന്നിക്കണം. വയസ്സായച്ച് இந்த சாமி வேஷத்தில் நீங்களே புரிஞ்சதே இல்லை. என்னையா நீங்களுக்கும் மறவியா? 4 வருஷத்துக்கு முன்னாலே நீங்கள் என் வீட்டுக்குள்ளில் സിനിമ ഷൂട്ടിംഗ് പണിയിരിക്കെ தெரியுமா? ഞാൻ വൃദ്ധനെ സൂക്ഷിച്ചു നോക്കി. ശരിയാണ്, 4 വർഷം മുൻപ് വിദേശ നിർമ്മിതമായ കാറിൽ വന്നിറങ്ങാറുള്ള മുത്തുവേലു മുതലിയാർ. സിൽക്ക് ജൂബയും സ്വർണ്ണ ചെയിനും 8 വിരലുകളിൽ മോതിരവും അണിഞ്ഞു കാണാറുള്ള കോടീശ്വരൻ. ആ മനുഷ്യന്റെ രൂപമാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. നിമിഷനേരം കൊണ്ട് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി മാറി. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞു പോന്ന ഞാനും സമ്പത്തിന്റെ കൊടുമുടിയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞു പോന്ന മുത്തുവേലു മുതലിയാരും ഇന്നിവിടെ സമാസമർ. മുൻപ് വിദേശ കാറിൽ വന്നുപോയത് ഇയാളുടെ മകനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് പറഞ്ഞപ്പോൾ മുത്തുവേലു പൊട്ടിച്ചിരിച്ചു. ചിന്ന പയ്യൻ, അവൻ എന്നാ തിരിയും? അനുഭവജ്ഞാനമില്ല. ജീവിതപാശത്തെപ്പറ്റി ഒന്നുമേ തിരിയാതെ. ജീവൻ അതെന്നാ സാധനം തെരിയുമാ? ഒരു ചിന്ന ശ്വാസം. അത് പോയാൽ എല്ലാമേ പോയിടും. இந்த உலகத்திலே സമ്പാദ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും എന്നാ ലക്ഷ്യം? ഈ ചിന്ന ശ്വാസത്തിന് വേണ്ടിത്താനേ മനിതர்கள் இந்த കഷ്ടപ്പാട്, അഴകൽ, ചണ്ട, കൊല്ല, യുദ്ധം. എന്നാ ഇത് ലോകം? എല്ലാത്തിനും കാരണം ഒന്നുതാൻ, അജ്ഞാനം. അജ്ഞാനം എങ്ക ഇരുന്നാലും അങ്ങെ ഈശ്വര ചിന്ത വരമാട്ടെ. ജ്ഞാനത്തിന്റെ വിളക്ക് തെളിഞ്ഞിടാതെ അജ്ഞാനത്തിന്റെ ഇരുട്ട് പോകമാട്ടെ. തങ്കവേലു മുതലിയാർ
തന്റെ ഫിലോസഫിയുമായി കത്തിക്കേറുകയാണ്. ഞാൻ വെറുതെ ആമാ ആമാ എന്ന് മാത്രം പറഞ്ഞു തല കുലുക്കി ഒപ്പം നടന്നു. ക്ഷേത്ര പരിസരത്തുള്ള ശൗചാലയം, സൗജന്യ ഭക്ഷണം ലഭിക്കുന്ന ഊട്ടുപുര, ഇവയെല്ലാം തങ്കവേലു മുതലിയാർ എനിക്ക് പരിചയപ്പെടുത്തി. തങ്കവേലു മുതലിയാരെ പോലെയുള്ള പണക്കാർക്ക് പുറമെ ക്ഷേത്ര പരിസരത്തു സ്ഥിരതാമസമാക്കിയ പല കാഷായ വസ്ത്രധാരികളെയും അവിടെ കണ്ടു. എല്ലാ ക്ഷേത്ര പരിസരങ്ങളിലും ഇത്തരം ആളുകളെ കാണാറുണ്ട്. ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും പരാജയപ്പെട്ട ചിലർ ഇനി ഞാൻ ആ കപടലോകത്തേക്കില്ല, ദേവി തന്നെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നൈരാശ്യത്തെ മറയ്ക്കാൻ ഭക്തിയെ ഒരു മറയാക്കാറുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും ഇവിടുത്തെ കഷ്ടപ്പാടുകളെയും മറന്നാലല്ലാതെ ശരിയായ ഈശ്വര ചിന്തയിലെത്താൻ കഴിയില്ലെന്ന് ഒരു കഞ്ചാവ് സ്വാമി എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് വന്നു നിൽക്കുന്ന പട്ടികൾക്കും പറവകൾക്കും തനിക്ക് കിട്ടിയ അല്പാഹാരത്തിന്റെ ഒരു പങ്ക് വെച്ചു നീട്ടിക്കൊടുക്കുന്ന ഒരു പാവം സ്വാമിയെയും അവിടെ കാണാനായി. വിശപ്പ് മനുഷ്യനു മാത്രമല്ല മൃഗങ്ങൾക്കുമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലളിതമായ ഭാഷ്യം. എന്നാൽ ഒരു വറ്റുപോലും പട്ടികൾക്കോ പക്ഷികൾക്കോ നൽകാതെ അവറ്റകളെ പ്രാകുകയും വിരട്ടിയോടിക്കുകയും ചെയ്യുന്ന ഒരു വിശപ്പു സ്വാമിയെയും ഞാൻ അവിടെ കണ്ടു. പക്ഷി പറവകൾക്ക് ഭക്ഷണം തേടാൻ ആകാശവും മരക്കൊമ്പുകളുമുണ്ട്. പട്ടികൾക്ക് കുപ്പത്തൊട്ടിയുണ്ട്. അല്ലാതെ മനുഷ്യന്റെ പാത്രത്തിൽ നിന്നല്ല ഇവറ്റകൾ ഭക്ഷണം തേടേണ്ടത്. വിശപ്പു സ്വാമിയുടെ വിചിത്രമായ പ്രതികരണം അത്തരത്തിലായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചു ഓരോരോ തത്വചിന്തകൾ സൃഷ്ടിക്കാനും പുനരാവിഷ്കരിക്കാനും വളച്ചൊടിക്കാനും കഴിയുമെന്ന സത്യം ഈ സ്വാമി എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം എനിക്ക് വ്യത്യസ്തമായി തോന്നിയത് ഫാദർ ജോണിന്റെ നായാട്ടു ഫിലോസഫിയാണ്. ഫ്രഞ്ചുകാരനായ ഫാദർ ജോൺ. ഉന്നം പിടിച്ചു നിൽക്കുന്ന ഫാദർ ജോണിന്റെ തോക്കിൽ നിന്നും പാഞ്ഞു വന്ന ഒരു ബുള്ളറ്റ് എന്റെ മനസ്സിന്റെ ഗതിയിൽ വന്നു തറച്ചതുപോലെ ഒരു തോന്നൽ. എന്റെ സമയഘടികാരം വീണ്ടും 20 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു. ഫാദർ ജോണിന്റെ സ്വരൂപം എന്റെ മനസ്സിൽ തെളിഞ്ഞു. സദാസമയവും തോക്കും തോളിൽ വെച്ച് നടക്കുന്ന ഫ്രഞ്ച് പൗരനായ വേട്ടക്കാരൻ ഫാദർ. Thank you for watching. Stay tuned for the next episode. Goodbye.